ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെയും ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, പതിവ് പോലെ നമ്മളെല്ലാവരും ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷൻ്റെ ഈ വചന കൂടാരത്തിൽ ഈ ദിവസങ്ങളിലെല്ലാം ഒരുമിച്ചിരിക്കുകയായിരുന്നു. സഭയുടെ ഒരു ചെറുപതിപ്പായി നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രാദേശിക സഭാ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹവുമെല്ലാം പ്രകാശിപ്പിച്ച് ഇവിടെയായിരുന്നു. ഈ ഒരുമിച്ച് ചേരൽ തന്നെ നമുക്കൊരു വലിയ ശക്തിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിങ്ങനെ വലിയ ഒരു വിശ്വാസ സമൂഹമായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അത് നമ്മളെല്ലാവരെയും നമുക്കെല്ലാം ആത്മവിശ്വാസം നൽകുന്ന ഒരു വലിയ കൂട്ടായ്മയാണ്. നിങ്ങളെല്ലാവരും ഇന്ന് നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ടാണ് വന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്കെല്ലാവർക്കും വെള്ള ഉടുപ്പുണ്ടെന്ന് മനസ്സിലായി. കാരണം പള്ളിയിലെങ്ങും അങ്ങനെയൊന്നും വെള്ള ഉടുപ്പിട്ടുകൊണ്ട് വരുന്നവരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. സർവമാന നിറങ്ങളും നമ്മൾ പ്രദർശിപ്പിക്കുന്ന ഇടമായി നമ്മുടെ പള്ളികളെല്ലാം മാറി. എനിക്ക് നിങ്ങളോട് ഇത് കണ്ടപ്പം ഒരു നിർദ്ദേശം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പള്ളി പോകാനായിട്ട് ഒരു പ്രത്യേക ഡ്രസ്സ് നിങ്ങൾ മേടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കാൻ പോലും പ്രത്യേക ഡ്രസ്സ് മേടിക്കുന്ന പാർട്ടികളാണ് നമ്മൾ. അപ്പോൾ പള്ളി പോകാൻ അതിൻ്റേതായ ഒരു ഡ്രസ്സ്, അത് ഇളം നിറങ്ങൾ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള, വെള്ളയാണല്ലോ ഏറ്റവും മനോഹരമായ നിറം. നമുക്കെല്ലാം ഏറ്റവും സൗന്ദര്യം ഉണ്ടാകുന്നത് വെള്ള വസ്ത്രം ധരിക്കുമ്പോഴാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ കുഞ്ഞുങ്ങളെ അങ്ങനെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കറിയാതെ ദേവാലയത്തോടൊരു ബഹുമാനവും ആദരവും എല്ലാം കൂടും. എങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് പള്ളിയിലൊന്നും പോകാൻ പറ്റുകയില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത അവർക്കുണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അത് കുഞ്ഞുനാളിലേ നമ്മളത് കൊടുക്കണം. അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് മക്കളെയൊക്കെ ആ ഒരു വസ്ത്രധാരണ രീതിയിലൊക്കെ ഒന്ന് പരിശീലിപ്പിക്കുന്നതും ദേവാലയത്തിന് അനുയോജ്യമായ ഒരു വസ്ത്രധാരണം പരിശീലിപ്പിക്കുന്നതുമെല്ലാം നല്ലതായിരിക്കും. ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരുമില്ല. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ഫലം ഉണ്ടാകാത്തത് എന്നൊക്കെ നമ്മൾ സംശയിക്കും. പ്രാർത്ഥിക്കുന്നതിന് ഫലം ഉണ്ടാകുന്നുണ്ട്. കാരണം പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവവുമായിട്ടുള്ള അടുപ്പത്തിൽ വളരുക എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ വളരുക. ദാനിയേലച്ചൻ നമ്മളെ പഠിപ്പിച്ച ഒരു കുഞ്ഞു പ്രാർത്ഥനയുണ്ടല്ലോ, ഈശോയെ നിന്നോടുള്ള സ്നേഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ. ഈശോയെ നിന്നോടുള്ള സ്നേഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ. നമുക്കെല്ലാവർക്കും കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാലോ? ഈശോയെ നിന്നോടുള്ള സ്നേഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മുഴുവൻ ലക്ഷ്യം അതാണ്, നിന്നോടുള്ള സ്നേഹത്തിൽ വളരുക. അപ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ശാന്തമാകും, നമുക്ക് കുറച്ചും കൂടെ സ്വസ്ഥതയുണ്ടാവും, നമുക്ക് ജീവിതത്തെ നേരിടാനായിട്ട് ധൈര്യം ഉണ്ടാവും. നമ്മുടെ മനസ്സിലെല്ലാം ഒത്തിരി ശബ്ദങ്ങൾ ഇങ്ങനെ നിറയുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, നമുക്ക് വട്ടുപിടിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ തലയ്ക്കകത്ത് ഒരാളല്ല, പലരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദങ്ങളെല്ലാം കൂടെ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ പ്രാർത്ഥനയുടെ നേരത്ത് നമ്മൾ അറിയാതെ ശാന്തതയിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കും തോറും നമ്മളുടെ മനസ്സിൽ സ്വസ്ഥതയും ശാന്തതയും എല്ലാം കൂടി വരും. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് അത് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓടുന്നത് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി പാത്തിരിക്കാനൊന്നുമല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ്, അമ്മയുടെ അടുത്തേക്ക്. അല്ലെങ്കിൽ അതിന് സ്നേഹമുണ്ട് എന്ന് ആ കുഞ്ഞ് വിചാരിക്കുന്ന വല്യമ്മയുടെയോ അല്ലെങ്കിൽ അങ്കിളുമാരുടെയോ ആൻറ്റിമാരുടെയോ ഒക്കെ അടുത്തേക്കാണ് ഈ കൊച്ച് ഓടുക. ഓടിക്കഴിഞ്ഞ് ഈ കൊച്ച് കണ്ട് ഭയപ്പെട്ടു. ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ഒരു ആനയെ കണ്ട് പേടിച്ചു എന്ന് വിചാരിക്കാം. ആന വരുന്നു, കൊച്ചാനയെ കണ്ട് പേടിച്ചു. കൊച്ച് ഓടി അകത്തോട്ട് കയറുകയാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട്. അമ്മയുടെ തോളത്ത് കയറിയിരുന്ന് കുറേ നേരം കൊച്ചിങ്ങനെ മുറുകെ പിടിച്ചിരിക്കും, കണ്ണൊക്കെ അടച്ചിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളൊരു അത്ഭുതം കാണും, കൊച്ചിൻ്റെ പേടി പോയി.
കൊച്ചു പതുക്കെ ആനയെ തിരിഞ്ഞു നോക്കിയിട്ട് ആനയെ വെല്ലുവിളിക്കാൻ തുടങ്ങും. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഭയം പോയി. അത് ഭയങ്കര ഒരു മാജിക്കാണ്. പ്രത്യേകിച്ച് അമ്മമാരോട് എല്ലാ അപ്പന്മാർക്കും ഇച്ചിരി അസൂയ തോന്നുന്ന ഒരു സന്ദർഭം അതാണ്. ഞാൻ എടുത്തുകൊണ്ട് നടന്നപ്പോൾ കൊച്ചു കരഞ്ഞു. കാരണം അവളെടുത്തപ്പം കൊച്ചിൻ്റെ കരച്ചിലും പോയി, എല്ലാം പോയി, ശാന്തമായി. ഞങ്ങൾ പുരുഷന്മാർക്ക് ഞങ്ങളുടെ സ്വഭാവത്തിന് അത് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഞങ്ങളെടുത്ത പിള്ളേർ കരച്ചിൽ നിർത്തണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ മാജിക് അതാണ്. കുഞ്ഞിൻ്റെ കരച്ചിലെല്ലാം മാറി കുഞ്ഞ് ശാന്തമായി. ഇത് തന്നെയാണ് പ്രാർത്ഥനയിലും സംഭവിക്കുക. പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി നമ്മൾ ഓടിക്കയറുകയാണ് ദേവാലയത്തിലേക്ക്, അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളിലേക്ക്. കർത്താവ് പറഞ്ഞതാണല്ലോ, നിങ്ങളുടെ ഉള്ളിൽ കടന്ന് വാതിലുകൾ അടച്ച് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് സംസാരിക്കുക. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിനെ ആ ശാന്തതയിൽ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറേ നേരം സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ആ പിതാവിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭയമെല്ലാം പോവുകയാണ്. ജീവിതത്തെ നേരിടാൻ നമുക്ക് ധൈര്യം കിട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ പറയും, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അവന് ജീവിക്കാനുള്ള ധൈര്യമുണ്ട്. അവൻ നിരാശപ്പെടുന്നില്ല. ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും അവന് ദൈവത്തിൽ മുറുകെ പിടിക്കാനും ദൈവത്തിൽ ആശ്വാസം കണ്ടെത്താനും സാധിക്കുകയാണ്. നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ ആലില പോലെ വിറയ്ക്കുമ്പോൾ അതിൻ്റെ സൂചന എന്താണ്? നമുക്ക് ഈ സംരക്ഷിക്കുന്ന ദൈവത്തിൽ വിശ്വാസമില്ല, നമ്മൾ ഭയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടും തോറും നമ്മൾ ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, ഈ വലിയ ശാന്തതയിൽ നിറയുന്നു. ഞാൻ എപ്പോഴും ഓർക്കും, എത്രയോ മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഈ ശാന്തതയും സൗമ്യതയും കടന്നു വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ആത്മശോധന ചെയ്യണം. ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചത് ആരോടാണ്? ഞാൻ പ്രാർത്ഥിച്ചത് ആരോടാണ്? ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ ആദ്യ ദിവസങ്ങളിൽ പറയുകയുണ്ടായി, വിഗ്രഹാരാധന. നമ്മളൊക്കെ ആരാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമ്മളോട് തന്നെയാണ്. നമ്മൾ ദൈവത്തെയൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എൻ്റെ ഈശോയെ, എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഉടനെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയും, സാരമില്ല മോനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മളോട് തന്നെ പറയുന്നതാണ്. കർത്താവിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കടുപ്പിച്ചൊക്കെ പറയും, നീ വചനം വായിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒക്കെ പറയും. അതൊന്നും കഴിയുകയില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ദൈവത്തെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ഉള്ളിൽ. എന്നിട്ട് ആ ദൈവത്തോട് നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ദൈവമാകുന്ന അവസ്ഥ. അതാണ് വിഗ്രഹാരാധന. എന്നോട് പണ്ടൊരു സഹോദരി പറയുകയായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം കർത്താവ് സാധിച്ചു തരും. ഞാൻ ചോദിച്ചത്, എൻ്റെ മാജിക് എന്താണ്? എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തുള്ളൂ. അയ്യോ, അതെന്നോ ഒരു ഇടപാടാണത്. എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളാണ് ദൈവം, നമ്മൾ ദൈവമാവുകയാണ്, ദൈവം നമ്മുടെ ദാസനാവുകയാണ്. നമ്മൾ പറയുന്നതെല്ലാം സാധിച്ചു തരുന്ന ഒരു ദാസനായിട്ട് മാറുകയാണ്. എന്നാൽ പ്രാർത്ഥന ദൈവത്തെ കണ്ടുമുട്ടലാണ്. അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കും, അവിടുന്ന് നമ്മളെ സ്നേഹിക്കും, അവിടുന്ന് നമ്മളെ ചിലപ്പോൾ വെല്ലുവിളിക്കും, ചിലപ്പോൾ ഒരു പടി കൂടി ഉയർന്ന് ജീവിക്കാൻ. ഇന്നലെ നമ്മൾ നീതിയെക്കുറിച്ചൊക്കെ ധ്യാനിച്ചു. സാധാരണക്കാരൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നതല്ല, മറിച്ച് ദൈവം തൊട്ടവരുടെ ജീവിതം. നിന്റെ ധാർമ്മികത വിജാതീയരുടേതിനെ അതിശയിക്കുന്നതാവണം. നിന്നോട് 1 കിലോമീറ്റർ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ നീ 2 കിലോമീറ്റർ നടക്കണം. വലതുകരത്ത് ഇടതുകരത്ത് കരണത്തടിക്കുന്നതിന് വലതുകരം കൂടി കാട്ടിക്കൊടുക്കണം. ഇതൊന്നും സാധാരണ ധാർമ്മികതയല്ല, ഇതെല്ലാം ഉയർന്ന ധാർമ്മികതയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് നമ്മളെ ചിലപ്പോൾ വെല്ലുവിളിക്കും. നീ ഇങ്ങനെ പോയാൽ മതിയോ? നീ കുറച്ചുകൂടെ വ്യത്യസ്തനാകണ്ടേ? നീ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ലേ? നീ ഇങ്ങനെ എല്ലാവരും ജീവിക്കുന്നത് പോലല്ലേ ജീവിക്കുന്നത്? നീ പറയുന്ന ഭാഷ സാധാരണക്കാരെല്ലാവരും പറയുന്ന ഭാഷ തന്നെയല്ലേ? നീ എല്ലാവരും നിരാശപ്പെടുമ്പോൾ നീയും നിരാശപ്പെടുന്നില്ലേ? ഇങ്ങനെ ചോദിച്ച് നമ്മളെ നിരന്തരം വെല്ലുവിളിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കണ്ടെത്തും നമ്മുടെ പ്രാർത്ഥനയിൽ. ഈ കർത്താവ് നമുക്ക് വേണ്ടി കുരിശുകൾ എടുക്കും. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവിടുന്ന് യാഗമായി മരിച്ച് അവിടുന്ന് നമ്മളെ രക്ഷിക്കുന്നു. അവിടുന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നു. നിരന്തരമായി നമ്മളുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ കണ്ടുമുട്ടലാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ കുറച്ച് സമയം എല്ലാ ദിവസവും കുറച്ച് സമയം ശാന്തമായി പ്രാർത്ഥിക്കാനാവണം.
നമ്മളിപ്പോൾ നമ്മുടെ അതിരൂപതയിൽ നൂറുമേനി വചന പഠന പരിപാടിയൊക്കെ ആരംഭിച്ചു. അതെല്ലാം കുറച്ച് സമയം വചനത്തിൻ്റെ കൂടെ ഇരിക്കാനുള്ള ഒരു അവസരമാണ്. അതൊരു മത്സരം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കുറച്ച് സമയം വചനം ഉരുവിട്ടുകൊണ്ട് വചനത്തിൻ്റെ കൂടെ ആയിരിക്കുക, ദൈവവുമായിട്ട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അത് നമ്മളെ ഒത്തിരി ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ എപ്പോഴും ഓർക്കും, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നിങ്ങൾ ഒരധ്യായം, ബൈബിളിൻ്റെ ഒരധ്യായം വായിച്ചിട്ടൊന്ന് പോയേ, മനസ്സ് ശാന്തമായിരിക്കും. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ ഇടപെടലുകളും ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ശാന്തമാകും. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകളെ ശാന്തമാക്കുന്ന വചനധ്യാനവും പ്രാർത്ഥനയും എല്ലാ ദിവസവും കുറച്ച് സമയം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അത് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി കുറച്ച് സമയം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ ഒത്തിരി ശാന്തമാക്കും. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറച്ചും കൂടി അർത്ഥപൂർണ്ണമാക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്നേഹവും ഉയരും. കുറേ കൂടെ എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും. കാരണം മനസ്സ് ശാന്തമാണ്. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ നമുക്ക് ആരെയാണ് സ്നേഹിക്കാൻ പറ്റുക? ഒരു കുഞ്ഞ് അമ്മയെ കാത്തിരിക്കുകയാണ്. അമ്മയാകപ്പാടെ ക്ഷീണിച്ചാണ് വരിക. വൈകുന്നേരം ആകുമ്പം അമ്മ ക്ഷീണിച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്നു. കൊച്ചു കാത്തിരിക്കുകയാണ് അമ്മയെ. കൊച്ചോടി ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കും. അമ്മ എന്ത് പറയും? മോനെ, അമ്മ ക്ഷീണിച്ചിരിക്കുക, അമ്മയൊന്ന് കുളിച്ചിട്ട് വരാം, മോനെ എടുക്കാം. കാരണം അമ്മയ്ക്ക് എന്തേരം സ്നേഹമുണ്ടെങ്കിലും മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ, ക്ഷീണമായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനാവില്ല. നമ്മൾ പലരും എല്ലാ ജോലിയും ചെയ്ത് ക്ഷീണിച്ച് കഴിയുമ്പോഴാണ് കുടുംബ പ്രാർത്ഥന തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന പലയിടത്തും ശരിയാകാത്തത്. എല്ലാ ജോലിയും ചെയ്ത് ക്ഷീണിച്ച് കഴിയുമ്പം എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയും. പ്രാർത്ഥന ആരോഗ്യമുള്ളപ്പോഴാണ് നടത്തേണ്ടത്. പ്രാർത്ഥന മനസ്സ് ശാന്തമായിരിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വലിയ ഒരു പതിവ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചാൽ അത് വലിയ കൃപയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുകയാണല്ലോ. അദ്ദേഹം ഈ ജൂബിലി വർഷത്തിന് ഒരുക്കമായി കഴിഞ്ഞ വർഷം മുഴുവൻ പ്രാർത്ഥനയിൽ ആഴപ്പെടാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. പ്രാർത്ഥന, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന ഡോക്യുമെൻ്റൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്ത് പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ജൂബിലി വർഷം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നവീകരിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം. കുടുംബ പ്രാർത്ഥന എല്ലാവരുടെയും കുടുംബങ്ങളിൽ, അത് അപ്പന്മാരും അമ്മമാരും മക്കളും ഒരുമിച്ചിരിക്കണം. അപ്പന്മാരൊക്കെ കുറച്ച് സമയം ഉണ്ടാക്കി ഒരു സമയത്തൊക്കെ വീട്ടിൽ വന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കുടുംബ പ്രാർത്ഥന ഇപ്പോൾ ചുരുക്കി അത് നിസ്സാരമായ കാര്യങ്ങളിലേക്കൊക്കെ ഒതുക്കി. ചിലപ്പോഴൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കുടുംബ പ്രാർത്ഥനയില്ലെന്ന് ചെല്ലുമ്പോൾ ഉണ്ടെന്ന് പറയും. എപ്പോഴാത്? ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് നാഥൻ അതുപോലും ചൊല്ലുകയല്ല. ന്യൂജൻ ഫാമിലികളാണ് കേട്ടോ. നാഥ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തീർന്നു, കുടുംബ പ്രാർത്ഥന തീർന്നു. ഇനിയും ഭക്ഷണം കഴിക്കാം. നമ്മൾ ചുരുക്കി പ്രാർത്ഥനയെല്ലാം ചുരുക്കി അതിൻ്റെ സമയമെല്ലാം ഒത്തിരി കുറച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ സമയമില്ലാണ്ടായി. നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കണം. കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ കൃപ എന്താണ്? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം ദൈവിക ശക്തിയാൽ നിറയുകയാണ്, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയുകയാണ്. കാരണം ഞാൻ നിങ്ങളോടുകൂടെ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ സാന്നിധ്യം അംഗീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും മുട്ടുകുത്തുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൃപയുടെ അനുഭവത്തിൽ വളരുന്നു. രണ്ടാമതായിട്ട് നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വർദ്ധിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൂടും. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ പകൽ സമയത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വഴക്കുകളെല്ലാം പോവുകയാണ്. അവസാനം ഒന്ന് സ്തുതിയും ചൊല്ലി ഒരു ഉമ്മയും കൂടെ കൊടുക്കുന്നതോടുകൂടി സർവ്വ കലഹങ്ങളും അവസാനിച്ചു. അതുകൊണ്ട് ആ ഒരു പതിവ് നമുക്ക് പരസ്പരം സ്തുതി ചൊല്ലുന്ന, പരസ്പരം ആദരിക്കുന്ന ആ ഒരു പതിവെല്ലാം വീണ്ടെടുത്ത് കുടുംബ പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കണം. ഞാൻ അമേരിക്കയിലൊക്കെ പോയി തിരിച്ചു വന്ന ഒരു കുടുംബം, കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവിടുത്തെ കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത്. കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവരുടെ കൂടെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് പോയപ്പോൾ അവർ
പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ് ഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന ചൊല്ലണം, അത് പിതാവ് തന്നെ ചൊല്ലിക്കൂ. അപ്പം ഞാനൊരു കുഞ്ഞു പ്രാർത്ഥന ചൊല്ലി ഭക്ഷണത്തിന് മുമ്പ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥന. ഉടനെ ഉണ്ടാപ്പിയ ആ കൊച്ചു പെൺകുട്ടിക്ക് അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ പ്രാർത്ഥന പോരെന്നാണ് അവൾ പറയുന്നത്. അവൾ പറഞ്ഞു, അവൾ എന്നിട്ട് കൈ നീട്ടുകയാണ്. അവൾ പറയുന്നത്, ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, നമ്മളെല്ലാവരും കൈ പിടിച്ച് പ്രാർത്ഥിക്കണം. ആ കുഞ്ഞ് ഞങ്ങളെ കൊണ്ടെല്ലാം കരങ്ങൾ കൂട്ടിപ്പിടിപ്പിച്ചിട്ട് അവളൊരു നല്ല പ്രാർത്ഥനയും കൂടി ഇംഗ്ലീഷിൽ ചൊല്ലി. എനിക്ക് വളരെ സന്തോഷമായി. കരം പിടിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബമല്ലേ പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്നത്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് കരുതേണ്ടത്. ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒരുമിച്ച് കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കുടുംബം. ഭാര്യാഭർത്താക്കന്മാർ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും കരം പിടിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ എന്തെങ്കിലും കൃപ ഉണ്ടാവും. പലപ്പോഴും നമുക്കതൊക്കെ വലിയ നാണമാണ്. ഞങ്ങൾ പൊതുവെ ആണുങ്ങൾക്കാണ് അതിൻ്റെയൊക്കെ പ്രശ്നം. അതൊക്കെ വലിയ ചമ്മലാണ്. കെട്ടിയോളുടെ കയ്യെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾ വിചാരിക്കും ഞാൻ വളരെ ദുർബലനാണെന്ന്. അതുകൊണ്ട് എൻ്റെ പൗരുഷമൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥിക്കത്തില്ല, തോന്നിവാസം നടക്കുക, കള്ളു പിടിച്ച് പിന്നെ ബോധമില്ലാതെ നടക്കുക. ഇതൊന്നും അല്ല പൗരുഷം. പൗരുഷം എന്ന് പറയുന്നത് ഉത്തരവാദിത്വപൂർവ്വം ജീവിക്കുകയും ഒരു കുടുംബത്തെ നയിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും. അതുപോലെ നമുക്ക് എളിമ നമുക്ക് വർദ്ധിക്കും. വിനയത്തിൽ നമ്മുടെ കുടുംബങ്ങൾ വളരും. അതെന്താണ്? നമ്മൾ വലിയ മിടുക്കന്മാരാണെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ നമ്മൾ വൈകുന്നേരം ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ മെഴുകുതിരിയും കത്തിച്ചു വെച്ച് മുട്ടുകുത്തുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ വിനീതരാവുകയാണ്. ദൈവമേ, ഞങ്ങളല്ല കേട്ടോ, നീ തന്നെയാണ് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുന്നത്, നീ തന്നെയാണ് ഞങ്ങളെ വഴി നടത്തുന്നത്. ആ ഒരു വലിയ ചിന്തയിൽ വളരുവാൻ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താനായിട്ട് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നന്മ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുക. അവരെ അത് കുഞ്ഞുനാൾ മുതൽ പഠിപ്പിക്കണം. അവർ ജനിക്കുന്ന അന്ന് മുതൽ അവർ പ്രാർത്ഥന കേട്ട് വളരണം. അങ്ങനെയാകുമ്പോഴുണ്ടല്ലോ, ഇവരെവിടെ പോയാലും, ലോകത്തെവിടെ പോയാലും അവർ പ്രാർത്ഥിക്കും. ഒരമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെക്കുറിച്ചുള്ള എനിക്കുള്ള ഉറപ്പ്, എൻ്റെ പിതാവേ, അവൾ കൊന്തയൊല്ലും. കുഞ്ഞുനാൾ മുതൽ അവളായിരുന്നു വീട്ടിൽ കൊന്തയൊല്ലുന്നത്. ഞങ്ങൾ അവളെ അങ്ങനെ പഠിപ്പിച്ചു. അവൾ കൊന്ത ചൊല്ലും. ഹോസ്റ്റലിൽ അവളുടെ കൂട്ടുകാരികളും എന്നോട് പറഞ്ഞു, ഇവൾ കൊന്തയൊല്ലുന്നത് കൊണ്ട് ഞങ്ങളും കൂടെ കൊന്ത ചൊല്ലും. അതാണ് എൻ്റെ ഉറപ്പ്. എൻ്റെ കൊച്ച് മിടുക്കിയായി ഇടിക്കുമെന്നും അവൾ വഴിതെറ്റി പോകത്തില്ലെന്നും അവൾ പഠിച്ച് മിടുക്കിയായി തിരിച്ചു വരുമെന്നുള്ള എൻ്റെ ഒരേ ഒരു ഉറപ്പെന്താണ്? അവൾ ജപമാല ചൊല്ലും എന്നുള്ളതാണ്. അതവൾ പഠിച്ചത് പിന്നെ സൺഡേ സ്കൂളിൽ ചെന്ന് പഠിച്ചതല്ല, അവൾ വീട്ടിൽ അമ്മയിൽ നിന്ന് പഠിച്ചതാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എളിമയിൽ വളരുവാൻ, വിനയത്തിൽ വളരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പരിശീലനം പ്രാർത്ഥനയിൽ അവരെ ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പ്രാർത്ഥന നമ്മളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം കൂടുതൽ ക്ഷമയിലേക്ക് നമ്മളെ നയിക്കും. ക്ഷമിക്കാതെ ആർക്കും ഒരുമിച്ചിരിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ റംശ പ്രാർത്ഥന ഉപയോഗിക്കുന്നവരുണ്ടാവും, ജപമാല ചൊല്ലുന്നവരുണ്ടാവും. എന്താണെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ വചനവും അല്പം വായിക്കണം. ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് പരസ്പരം സ്തുതി ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് പരസ്പരം ക്ഷമിക്കാനുള്ള കൃപയും വർദ്ധിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്മകളുണ്ട്. ഒരു 15 മിനിറ്റ് സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കൊക്കെ ചിന്തിക്കാനാവുന്നതിൻ്റെ അപ്പുറത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അത് ശാന്തമായ ഒരു വിപ്ലവം എന്ന് പറയുന്നത് പോലെ ഒരു ശാന്തമായ അത്ഭുതങ്ങളാണ് അവിടെ നടക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ നവീകരിക്കാനായിട്ട് സാധിക്കണം. നമുക്ക് നമ്മുടെ അതിരൂപത കുടുംബം മുഴുവൻ ഇവിടെ ഒരുമിച്ചായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കൃപയായിട്ട് വരുന്നത് എന്താണ്? നമ്മൾ ആരാധനാ സമൂഹമായിട്ട് മാറുമ്പോഴാണ്. നമ്മളൊക്കെ ദേവാലയത്തിൽ വരുമ്പോൾ, എനിക്ക് ഓരോ ഇടവകയിലും കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ എപ്പോഴും പറയും, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒന്നുമല്ല സഭ, നമ്മുടെയൊക്കെ ഇടവക പള്ളികളിലാണ് സഭ. ഇടദിവസങ്ങളിൽ പോലും വരുമ്പോൾ പള്ളി നിറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയാറുണ്ട്. അത് ഞങ്ങളുടെ ആരുടെയും മിടുക്കല്ല കർത്താവേ, നീ കൊണ്ടുവരുന്നതാണ്. കാരണം വിശ്വാസം നിന്റെ ദാനമാണ്. വിശ്വാസമുള്ള ഒരു വലിയ സമൂഹം
നമ്മുടെ ഈ അതിരൂപതയുടെ ഏറ്റവും വലിയ കരുത്തായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ഒരു ആരാധന സമൂഹമായിട്ട് നിലനിൽക്കുന്നു. നമ്മുടെ പരിശുദ്ധ കുർബാനയിലൊക്കെ എന്താണ് സംഭവിക്കുക? പരിശുദ്ധ കുർബാന മുഴുവൻ വേണമെങ്കിൽ നമുക്ക് ചുരുക്കാം, ആ ഒരു വിശ്വാസ പ്രമാണത്തിൽ അങ്ങ് ചുരുക്കാം. അത്രയൊക്കെ ഉള്ളൂ കുർബാന. വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മതി, കുർബാന മുഴുവനായി എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലിയ കാര്യങ്ങൾ ഒന്നുകൂടെ പല ആവർത്തി പലപ്പോഴായിട്ട് നമ്മളങ്ങ് ആവർത്തിച്ച് ചൊല്ലുകയാണ്. ഇതാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? സ്വർഗീയമായ ആരാധന നമുക്കറിയാവുന്ന പ്രതീകങ്ങളിലൂടെ ഭൂമിയിൽ നമ്മളതിൽ പങ്കുചേരുകയാണ്, അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും. പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കേതാണ്? പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇത്രയേ ഉള്ളൂ കുർബാന എന്ന് പറയുന്നത്. നമ്മളൊക്കെ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ആരാധനാ സമൂഹമായി നമ്മൾ മാറുകയാണ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ആരാധനാ സമൂഹമായിട്ട് മാറണം. അപ്പോഴാണ് ദേവാലയത്തിൽ ശക്തമായ ഒരു ആരാധനാ സമൂഹമായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശക്തമായ പ്രാർത്ഥന നിലനിൽക്കുന്ന കുടുംബങ്ങളിൽ തിന്മകൾ ഒത്തിരിയേറെ കുറഞ്ഞിരിക്കും. അവിടെ മദ്യപാനം ഉണ്ടാവില്ല. അതുപോലെ കർത്താവിന് നിരക്കാത്ത തിന്മകൾ ഒത്തിരിയേറെ കുറഞ്ഞിരിക്കും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ. അതുകൊണ്ട് കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ നവീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന രേഖയിൽ ഒരു പ്രാർത്ഥനയുടെ മെത്തേഡ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആക്സ് എന്നാണ് അതിൻ്റെ പേര്, ACTSS. അദ്ദേഹം പറയുന്നു, നമ്മൾ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ആദ്യത്തെ എ എന്താണ്? അഡോറേഷൻ, ആരാധന. 5 മിനിറ്റ് ആരാധിക്കണം ദൈവത്തെ, അല്ലെങ്കിൽ അവെയർനെസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധം. അതാണ് ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ദൈവം എൻ്റെ കൂടെയുണ്ട്, കൂടെ നടക്കുന്ന ദൈവത്തെ ആരാധിക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങ് അകലെയെങ്ങാണ്ടിരിക്കുന്ന ദൈവമല്ല, ഇന്ന് 24 മണിക്കൂറും എൻ്റെ കൂടെയുള്ള ദൈവത്തെ ഞാൻ ആരാധിക്കുകയാണ്. രണ്ടാമത്തേത് ആക്സ് എന്നുള്ള വാക്കിൽ C ആണ്. C എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൺഫെഷൻ. പാപങ്ങൾ നമ്മുടെ പാപാവസ്ഥ ഏറ്റു പറയുന്നു. കർത്താവേ, അയോഗ്യനാണ് ഞാൻ അയോഗ്യനായിരുന്നിട്ടും നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ മുഴുവൻ നമ്മൾ ആവർത്തിക്കുന്ന ഒരു വചനമാണല്ലോ, അയോഗ്യരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ വീണ്ടെടുത്തു. ഇതാണ് പാപബോധം, പാപത്തിൻ്റെ ആ ഒരു തുറന്ന് ഏറ്റുപറച്ചിൽ, കൺഫെഷൻ. മൂന്നാമത്തേത് T ആണ്. ആക്സ് എന്ന വാക്കിലെ മൂന്നാമത്തെ അക്ഷരം T എന്താണ് സൂചിപ്പിക്കുന്നത്? താങ്ക്സ് ഗിവിങ്, നന്ദി പറയുകയാണ്. എന്നെ വഴി നടത്തിയ ദൈവമേ നന്ദി. ഇത്രയും ദുരന്തങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കരുത്ത് നൽകുന്ന ദൈവമേ നന്ദി പറയുകയാണ്. താങ്ക്സ് ഗിവിങ്, T. പിന്നെയുള്ളത് S ഉണ്ട്, 2 S ഉണ്ട്. ഒന്നാമത്തെ S സൈലൻസ്, കുറച്ച് സമയം ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിരിക്കുക. ഫ്രാൻസിസ് പാപ്പ പറയലേ, ഈശോയെ ഞാൻ നോക്കുന്നു, ഈശോ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ നമ്മൾ കുറച്ച് സമയം ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിരിക്കുന്നു. അവസാനത്തെ S ആണ് സപ്ലിക്കേഷൻ, യാചന പ്രാർത്ഥന. നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ 6 അക്ഷരങ്ങൾ, 5 മിനിറ്റ് വീതം, അരമണിക്കൂർ പ്രാർത്ഥന. നല്ല ഫലവത്തായ പ്രാർത്ഥന നമുക്ക് നയിക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. മുഴുവൻ അവസാനത്തെ അക്ഷരമാണ് എന്താ? സപ്ലിക്കേഷനാണ്, യാചനാ പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ കർത്താവേ എനിക്ക് അത് തരണേ, ഇത് തരണേ, കഴിഞ്ഞ കൺവെൻഷനും വന്നിട്ട് അത് നീ സാധിച്ചു തന്നില്ല, ഇത്തവണത്തെ കൺവെൻഷനിലും സാധിച്ചു തരണം, അല്ലെങ്കിൽ അടുത്ത തവണ ഞാൻ കൺവെൻഷന് വരികയല്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളിങ്ങനെ യാചനകൾ മാത്രമാണ് ഉയർത്തുന്നത്. പക്ഷേ അത് പ്രാർത്ഥനയുടെ ഒരു ഘടകം മാത്രമാണ്. യാചിക്കുന്നതൊക്കെ കർത്താവ് തരും. കർത്താവിലുള്ള സ്നേഹത്തിൽ വളരുമ്പോൾ നമുക്കതെല്ലാം തരും, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഉത്തരവും കിട്ടും. പക്ഷേ നമുക്ക് ആദ്യത്തേത് നമ്മൾ മറക്കരുത്, ദൈവസാന്നിധ്യ അവബോധം. ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു അവബോധത്തിൽ ആയിരിക്കുക, ഈശോയെ ആരാധിക്കുക, ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് ഈശോയെ നമുക്ക് ആരാധിക്കാം. രണ്ടാമത്തേത് പാപാവസ്ഥയെ നമുക്ക് ഏറ്റുപറയാം. മൂന്നാമത്തേത് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവ് എന്തേരം നന്മകൾ നമുക്ക് ഓരോ ദിവസവും തരുന്നു. നന്ദി പറയാനാവാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ നിശബ്ദതയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. അവസാനത്തെ സപ്ലിക്കേഷൻ, യാചനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
നമ്മുടെ ബഹുമാനപ്പെട്ട ഡാനിയലച്ചന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം 4 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ പ്രാവശ്യം ധ്യാനിപ്പിക്കാനായിട്ട് വന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ചങ്ങനാശ്ശേരിയിലൊരു പതിവുണ്ട്, തുടങ്ങിയാൽ പിന്നെ ഉടനെ അങ്ങ് പോകാൻ പറ്റിയല്ല, അതുകൊണ്ട് 1 പ്രാവശ്യം പോരാ, 3 പ്രാവശ്യം വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് സമ്മതിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു 3 പക്ഷേ അടുത്ത വർഷം ജൂബിലി ഉണ്ട്, അതുകൂടെ തീർത്തിട്ടേ അച്ഛൻ പോകാവുള്ളൂ. അച്ഛൻ സ്നേഹപൂർവ്വം സമ്മതിച്ചു. എനിക്കൊന്ന് അച്ഛന് നിങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും വരാൻ സമ്മതിച്ചത്. അടുത്ത വർഷം അച്ഛൻ ഏതായാലും വരുന്നില്ല. അച്ഛന് പ്രത്യേകമായിട്ട് നമ്മൾ നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛനെ തന്നെ നമുക്ക് വിളിക്കാം, വേറെ നമുക്ക് ഒത്തിരി പേര് വിളിക്കാനില്ല, അതുകൊണ്ട് നമുക്ക് അച്ഛനെ തന്നെ വിളിക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഈ അതിരൂപതയുടെ പേരിൽ അച്ഛന് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹമാണ് ഈ കൺവെൻഷൻ. ഞാൻ എപ്പോഴും ഓർക്കും, അച്ഛൻ്റെ പ്രഘോഷണത്തിൽ മുഴുവൻ ദൈവവചനത്തിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്, വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയോ അർത്ഥപൂർണ്ണമാണ് ഈ ദിവസങ്ങളിലൊക്കെ അച്ഛൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ക്രൈസ്തവരാണെന്ന് തിരിച്ചറിയപ്പെടേണ്ടത് നമ്മുടെ ധാർമ്മിക ജീവിതത്തിലൂടെയാണ്. നമ്മുടെ ജീവിതം കണ്ടാണ് മറ്റുള്ളവർ തിരിച്ചറിയേണ്ടത്. നോക്കൂ, ആ ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിക്കുന്നു. ദൗർഭാഗ്യവശാൽ അങ്ങനൊന്നുമല്ല നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് നാട്ടിൽ. നമ്മുടെ മറ്റ് ചില കയ്യിലിരിപ്പുകളുടെ പേരിലൊക്കെയാണ് നാട്ടിൽ അറിയപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ ധാർമ്മിക ജീവിതം കൊണ്ട് അറിയപ്പെടുന്നവർ കുറവാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ എന്തു സംഭവിച്ചാലും കത്തോലിക്ക സഭയെ കുറ്റം പറയാൻ കാത്തിരിക്കുന്നവർ പരിശ്രമിക്കുന്നത് എന്താണ്? ഇവർക്ക് ഈ പറയുന്ന ധാർമ്മികതയൊന്നും ഇല്ല കേട്ടോ എന്ന് പറയാനാണ്. ഇവർക്ക് ഈ പറയുന്ന ധാർമ്മികതയൊന്നും ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് മനുഷ്യൻ്റെ തലയിൽ കയറ്റുകയാണ് സോഷ്യൽ മീഡിയക്കാർ. പക്ഷെ അവരത്ര വിജയിച്ചിട്ടൊന്നുമില്ല. കാരണം നമ്മുടെ സാക്ഷ്യം എന്തോരം വലുതാണ്. സഭയുടെ സാക്ഷ്യം അത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആരംഭിച്ചതാണ്. നമ്മളൊക്കെ മരിച്ചു പോയാലും ഈ സഭയുടെ ശക്തി തുടരുകയാണ്. നമ്മളെത്രയോ പേരെയാണ് കാരുണ്യത്തിൻ്റെ ഹസ്തങ്ങളിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്നത്. എത്രയോ പേര് നമ്മുടെ ശുശ്രൂഷകൾ മാത്രം ഉള്ളതുകൊണ്ട് മരിക്കാതെ ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കന്യാസ്ത്രീകൾ, സഹോദരിമാർ നടത്തുന്ന കാരുണ്യ ഭവനങ്ങളിൽ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് അഭയം തേടുന്നത്. നമ്മുടെ സഭാ സമൂഹങ്ങൾ നടത്തുന്ന കാരുണ്യ ഭവനങ്ങൾ, നമ്മുടെയൊക്കെ ആതുരാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മളിതൊന്നും എല്ലായിടത്തും കൊട്ടിഘോഷിക്കാറില്ല. മനുഷ്യൻ്റെ മാന്യത, അവൻ്റെ മഹത്വമൊക്കെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് അധികം ആരോടും പറയാതെ നമ്മൾ ശാന്തമായ ഒരു ശുശ്രൂഷയായിട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാക്ഷ്യത്തെ അത് എത്രമാത്രം ശക്തമായിട്ട് അതിനെ തകർക്കാൻ ശ്രമിച്ചാലും ആ സാക്ഷ്യമെല്ലാം തുടരുകയാണ്. അത് തുടരുകയാണ്, അതെന്നും തുടരും. കാരണം നമുക്ക് സാഹോദര്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കാനാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അത് സാമൂഹിക പ്രവർത്തനമല്ല, ദൈവാരാധനയുടെ തുടർച്ചയാണ്. അൾത്താരയിൽ ആരാധിക്കുന്നവന് സഹോദരനെ കാണാതിരിക്കാനാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളാണ് കത്തോലിക്ക സഭ കേരളത്തിൽ നടത്തുന്ന 100 കണക്കിന് കാരുണ്യ ഭവനങ്ങൾ. കുടുംബങ്ങളിൽ ഉപേക്ഷിച്ചവർ, ഈ സോഷ്യൽ മീഡിയയിലിരുന്ന് നമ്മളെ കുറ്റം പറയുന്ന ആരെങ്കിലും, വഴിയോരത്തോടെ അലഞ്ഞു നടക്കുന്ന ആരെയെങ്കിലും സ്വന്തം വീട്ടിൽ പാർപ്പിക്കാൻ തയ്യാറാകുമോ? അതാണ് സഭ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നില്ല എന്ന് പഴി കേൾക്കുകയും ചെയ്യേണ്ട ഗതികേടിലാണ് നമ്മൾ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും മിഴിവോടെ നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ തുടരുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ തെരുവുകളിൽ ഇന്ന് മാനസിക രോഗികളായ സഹോദരങ്ങൾ അലഞ്ഞു നടക്കാത്തതെന്ന് ചോദിച്ചാൽ, അവർക്ക് വേണ്ടി സഭ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. അവരൊക്കെ അവിടെ മാന്യമായി ജീവിക്കുന്നുണ്ട്. അവർ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കേണ്ടി വരുന്നില്ല. ഒത്തിരിയേറെ പേര് ജീവിതത്തിൽ നിരാശപ്പെട്ടവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് ഈ പ്രകാരമുള്ള വചനത്തിൻ്റെ ശുശ്രൂഷകളിലൂടെയാണ്. ഓരോ ദിവസവുമുള്ള അവരുടെ പ്രാർത്ഥനകളിലൂടെയാണ്, കൂദാശകൾ സ്വീകരിക്കുന്നതിലൂടെയാണ്. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു വൈദികനോ ഒരു കന്യാസ്ത്രീയോ അല്ലെങ്കിൽ ഇടവകയിലെ ഏതെങ്കിലും ഒരു പ്രേക്ഷിതനോ ഒക്കെ ചെന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അവരുടെ ജീവിതത്തിലെ കുറേ കഷ്ടപ്പാടുകളെങ്കിലും പങ്കുവെച്ചെടുക്കാൻ ഇടവക സമൂഹങ്ങൾ തയ്യാറാകുന്നത് കൊണ്ടാണ്. എത്രയോ പേർക്ക് ഭവനങ്ങൾ പണിതു കൊടുക്കാൻ നമ്മുടെ ഇടവകകൾ തയ്യാറാകുന്നുണ്ട്. അഭിമാനകരമാണതെല്ലാം. നമ്മുടെയൊക്കെ അതിരൂപതയിൽ മാത്രം
ഒരു വർഷം 100-ലധികം ഭവനങ്ങളാണ് നമ്മുടെ ഇടവക സമൂഹങ്ങൾ മാത്രം പണിതു കൊടുക്കുന്നത്. അതൊക്കെ എത്രയോ ദൈവസന്നിധിയിൽ നന്മയുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാർമ്മികതയില്ലെന്നും നമുക്ക് കാരുണ്യമില്ലെന്നും എല്ലാം മൈക്ക് കെട്ടി പറഞ്ഞാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ആ പറയുന്നവൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ 100-ലൊരംശം പോലും ചെയ്യുന്നില്ല. അതുണ്ടെങ്കിൽ അവനൊരിക്കലും അങ്ങനെ പറയില്ല. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ധാർമ്മികത കൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തിൽ വ്യത്യസ്തരാകേണ്ടത് എന്നുള്ള ആ ഒരു വലിയ സന്ദേശം അച്ഛൻ ഈ ദിവസങ്ങളിലെല്ലാം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. നമുക്ക് കൂടുതൽ ധാർമ്മികതയുള്ള, കൂടുതൽ സ്നേഹമുള്ള, കൂടുതൽ കാരുണ്യമുള്ള, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാം. നമ്മുടെ അതിരൂപത കുടുംബത്തിൽ അതിരൂപതയുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ സ്വന്തം നിയോഗങ്ങളായി ഏറ്റെടുത്ത് നമുക്കെല്ലാവർക്കും ഒരു കുടുംബം എന്നതുപോലെ ഒരുമിച്ച് നിൽക്കാം. 80,000 കുടുംബങ്ങളുള്ള നമ്മുടെ ഈ വലിയ അതിരൂപത നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് അസാധ്യമായത് എന്താണുള്ളത്? നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് അസാധ്യമായിട്ട് എന്താണുള്ളത്? അതാണ് ഈ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ശക്തിയാണ് ഇപ്രകാരമുള്ള കൂട്ടായ്മകളെല്ലാം നമ്മളോട് പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ ധ്യാനാനുഭവത്തിന് പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛനും അച്ഛൻ്റെ ടീമിനും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. അച്ഛൻ കഴിഞ്ഞ ദിവസം അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ കേരള സഭയ്ക്കുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ വരദാനമാണ്. അച്ഛൻ്റെ ശുശ്രൂഷകൾ അനവരതം തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട മാന്തുരുത്തി അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. അച്ഛൻ ഒരിക്കലും സങ്കടപ്പെട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. എല്ലാത്തിലും അച്ഛൻ സന്തോഷമാണ്. അച്ഛൻ വിളിക്കുന്ന മീറ്റിങ്ങിലൊക്കെ ആളിച്ചിരി കുറഞ്ഞാലും ഒരിക്കലും കുറഞ്ഞു എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല. അത്രയും പേര് വന്നു എന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല വശം കാണാൻ നമ്മളെല്ലാവരെയും സഹായിക്കുന്ന നമ്മുടെ നല്ലൊരു അച്ഛനാണ് മാന്തുരുത്തി അച്ഛൻ. അച്ഛൻ ഈ വർഷമെല്ലാം ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഒന്നിട്ട് നന്നായിട്ട് കൊണ്ടുപോകുന്നു. നൂറുമേനിയുടെ വലിയ വിജയത്തിൻ്റെ പിന്നിൽ അച്ഛൻ്റെ അധ്വാനമുണ്ട്. ഈ ബൈബിൾ കൺവെൻഷൻ അച്ഛൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി. അച്ഛനോടൊപ്പം സഹകരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അൽമായ സഹോദരങ്ങൾ, വൈദികർ, സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ചേർന്നാണ് ഈ വലിയ കൂട്ടായ്മ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.